നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഭാരത് മാജിയുടെ സം വേർഡ്സ് എന്നുള്ളൊരു പോവമാണ്. ഭാരത് മാജി എന്ന് പറയുന്ന ഒരു കണ്ടംപററി ഇന്ത്യൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പോയട്രിയാണ്. ലാംഗ്വേജിനെ കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും എവറിഡേ ലൈഫിനെ കുറിച്ചുമാണ് ഇദ്ദേഹം എഴുതുന്നത്. സോ ഭയങ്കര വൈഡ്ലി നമ്മൾ കാനനൈസ് ചെയ്ത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്ടൊന്നും അല്ല അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ഇന്ത്യൻ പോയട്രിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത് ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റൈലിലും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രീതിയിലുമാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരത് മാജിയുടെ പോയട്രിയെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മെറ്റാ പോയറ്റിക് കൺസേൺസ് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതുന്നത് ഭാഷയെക്കുറിച്ച് തന്നെയാണ്, ലാംഗ്വേജിനെ കുറിച്ച് തന്നെയാണ്. വേർഡ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഫെയിൽ ആവുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇദ്ദേഹം എഴുതുന്നത്. അതായത് ലാംഗ്വേജിനെ കുറിച്ച് തന്നെയാണ് ഇദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ടാണ് മെറ്റാ പോയറ്റിക് ആയിട്ടുള്ള രീതിയിൽ എഴുതുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സം വേർഡ്സിനകത്തും ലാംഗ്വേജിനെ ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ എഴുതാനുള്ളൊരു ടൂള് മാത്രമല്ല, ലാംഗ്വേജിനെ ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഭാഷയ്ക്ക് ജീവനുള്ളതായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമുക്ക് കണ്ടംപററി ഇന്ത്യൻ റിയാലിറ്റീസിനെ കുറിച്ചും അറിയാൻ സാധിക്കും. പോവേർട്ടിയെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ലാംഗ്വേജ് എങ്ങനെയാണ് അല്ലെങ്കിൽ ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചറിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കാണാൻ സാധിക്കുന്നത്. വളരെ ഐറോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ടോണിലാണ് എഴുതുന്നത്. സൊസൈറ്റിയെക്കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചും ഹ്യൂമൻ ബിഹേവിയറിൻ്റെ കോൺട്രഡിക്ഷൻസിനെ കുറിച്ചും അദ്ദേഹം എക്സ്പോസ് ചെയ്ത് എഴുതുന്നു. പിന്നെ ഈ എവറിഡേ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ്, പ്ലാറ്റ്ഫോംസ്, ന്യൂസ് പേപ്പേഴ്സ്, നേച്ചറിൻ്റെ എലമെൻറ്റ്സ്, പിന്നെന്താണ് മോഡേൺ റെഫറൻസസിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്റ്റൈലിനെ നമുക്ക് പോസ്റ്റ് മോഡേൺ പോയറ്റിക് സ്റ്റൈൽ എന്ന് എഴുതാം. ഓക്കെ, ഒരു ഫിക്സഡ് മീനിങ് ഒന്നുമില്ല, ഒരു അൺസ്റ്റേബിൾ ആയിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഇദ്ദേഹം എഴുതുന്നത്. നമുക്കൊരു ലോജിക്കാലിറ്റി പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. സോ നമുക്ക് ഭാരത് മാജിയുടെ ഈ ഒരു വർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സം വേർഡ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റാ പോയറ്റിക് പോയമാണ്. ഞാൻ എന്ന് വെച്ചാൽ എ പോം അബൌട്ട് വേർഡ്സ് ദംസെൽസ് അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ചുള്ള പോം. ഓക്കെ, അപ്പോൾ അത് ലാംഗ്വേജിൻ്റെ മോഡേൺ സൊസൈറ്റിയിൽ ഭാഷ അനുഭവിക്കുന്ന ഒരു ഫെയിലിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ലാംഗ്വേജ് ഇൻ മോഡേൺ സൊസൈറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ പോയട്രി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിലും മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം പൈസയ്ക്ക് വേണ്ടി. അതിപ്പം ലാംഗ്വേജ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും പോംസ് ആണെങ്കിലും ആളുകൾ എല്ലാത്തിനെയും അങ്ങ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാണ്. അതായത് ആളുകളും ഹ്യൂമൻ ബീങ്സിൻ്റെ റിയൽ സഫറിങ്ങും വേർഡ്സുകളും തമ്മിലൊരു കണക്ഷനില്ല, ഒരു ഡിസ്കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ പോയം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഫിക്ഷണൽ ഇമേജ് അല്ലെങ്കിൽ സറിയൽ ഇമേജ് വെച്ചിട്ടാണ് ഇത് നീങ്ങുന്നതെന്ന് വെച്ചാൽ വേർഡ്സിന് മീനിങ് ഒന്നുമില്ല, വേർഡ്സൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് മാറുവാണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതാണ് ആളുകളെല്ലാവരും എഴുതുന്നത്. പിന്നെ വേർഡ്സിനെ എന്താണ് ഇദ്ദേഹം ടു എക്സ്പെൻസീവ് എന്നാണ് നമ്മുടെ സ്പീക്കർ വിളിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു എത്തിക്കൽ വാല്യൂ വേർഡ്സിന് അല്ലെങ്കിൽ ലാംഗ്വേജിന് നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഫറിങ്ങിനെ റിയലായിട്ട് പോർട്രേ ചെയ്യാൻ ഇപ്പോൾ റൈറ്റേഴ്സിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ വേർഡ്സിലൂടെ അല്ലെങ്കിൽ ലാംഗ്വേജിലൂടെ ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കാം. സ്റ്റാൻസ 1-നകത്ത് വേർഡ്സിൻ്റെ ആർട്ടിഫിഷ്യാലിറ്റിയെക്കുറിച്ചും കറപ്ഷനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പോം തുടങ്ങുന്നത് ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമേജിലൂടെയാണ്. വേർഡ്സിനെ എന്ന് വെച്ചാൽ വേർഡ്സ് ഹിസ്റ്ററിയെ ഡിഫൈൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അപമാനിക്കുന്നു അല്ലെങ്കിൽ ട്രൂത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ വാക്കുകൾ. എന്നുവെച്ചാൽ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, യഥാർത്ഥത്തിലുള്ള ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നതാണ് ഇപ്പോൾ വേർഡ്സിലൂടെ ആളുകൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് വേർഡ്സിനെ കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുന്നു. അതായത് ചിലർ പോസ് ചെയ്ത് എഴുതുന്നു, ചിലർ റൈറ്റ് ടൈം നോക്കി എഴുതുന്നു, ചിലരെന്താണ് അവരുടെ കള്ളങ്ങളെ മറയ്ക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി എഴുതുന്നു, ചിലർ എന്ത് ചെയ്യാണ് ലവ് പോയട്രി, അതായത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ലവ് പോയട്രി എഴുതാൻ വേണ്ടി മാത്രം വേർഡ്സിനെ യൂസ് ചെയ്യുന്നു. അപ്പം ലാംഗ്വേജിനെ എങ്ങനെയാണ് ആളുകൾ ഈ ഒരു മോഡേൺ ടൈമിൽ മാനിപ്പുലേറ്റ് ചെയ്ത് റിയാലിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കി ഒരു ബന്ധമില്ലാത്ത രീതിയിൽ എങ്ങനെ ആളുകൾ ലാംഗ്വേജിനെ അല്ലെങ്കിൽ വേർഡ്സിനെ വളച്ചൊടിച്ച് കാണിക്കുന്നു, അതാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അതായത് ലാംഗ്വേജ് വെച്ചിട്ട് അല്ലെങ്കിൽ വേർഡ്സ് വെച്ചിട്ട് ആളുകൾ ഒരു ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേർഡ്സ് എല്ലാം നമ്മളിപ്പോൾ ഒരു കവിത എഴുതിയാലും കഥ എഴുതിയാലും
ഫേക്കായിട്ട് അല്ലെങ്കിൽ വളരെ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മീനിങ്ങും ഇല്ലാത്ത രീതിയിൽ സൂപ്പർഫിഷ്യലായിട്ടാണ് ആളുകൾ എഴുതുന്നത്. അപ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഡ്സ് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റിയെ കാണിക്കാൻ പറ്റില്ല, അല്ലേ? ജെന്യുവൻ ആയിട്ടൊരു ഫീലിംഗ് അവിടെ ഹാപ്പൻ ചെയ്യത്തില്ല. അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻസ 1 ഇദ്ദേഹം പറയുന്നത്. സ്റ്റാൻസ 2 എന്താണ്, പോയറ്റും വേർഡ്സും തമ്മിലുള്ളൊരു ഇൻറ്റിമസി ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് പിന്നെന്താ പറയുക, അതായത് പോയറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അയാളുടെ ലാംഗ്വേജ്, അയാളുടെ വേർഡ്സ് എന്ന് പറയുന്നത്. സോ അയാൾ സത്യം തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേർഡ്സും പോയറ്റും തമ്മിൽ യാതൊരു വിധത്തിലുള്ളൊരു ജെന്യൂനിറ്റിയോ ഇല്ല, ഒരു കണക്ഷനും ഇല്ല. അവിടെ ക്രിയേറ്റിവിറ്റിയാണ് നഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ വേർഡ്സും പോയറ്റും തമ്മിൽ യാതൊരു വിധത്തിലുള്ളൊരു കണക്ഷനും ഇല്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഡ്രീംസിലൂടെ വന്നുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് മൈൻഡിലൂടെ വരുന്നു, അത് കവിത എഴുതുന്നു, അല്ലെങ്കിൽ റൈറ്റേഴ്സ് അതിനെക്കുറിച്ച് എഴുതുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഡിസപ്പിയറായി. പോയറ്റും വേർഡ്സും തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല. അതായത് ഒതൻറ്റിക് ലാംഗ്വേജിലല്ല ഇപ്പോഴത്തെ റൈറ്റേഴ്സ് എഴുതുന്നത്. വേർഡ്സും പോയറ്റുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇല്ല റൈറ്റിങ്ങിൽ. അത് എക്സോസ്റ്റഡ് ആയിട്ട് മാറി. അപ്പോൾ ഇപ്പം വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, പോയറ്റിനെ ഷൂ അവേ ചെയ്യുവാണ്. ഷൂ അവേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചു വിടുകയാണെന്നുള്ള മീനിങ്. പോയറ്റല്ല ഇപ്പോൾ ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ലാംഗ്വേജ് ഒരു ഏലിയൻ അല്ലെങ്കിൽ അൺകോപ്പറേറ്റീവായിട്ട് മാറിയിരിക്കുന്ന ഒരു എലമെൻ്റായിട്ട് മാറുന്നു. സ്റ്റാൻസ 3 അദ്ദേഹം പോയട്രിയുടെ കൊമേഴ്ഷ്യലൈസേഷനെ കുറിച്ച് പറയുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ആളുകൾ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ വേർഡ്സിനെ എങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ വേർഡ്സ് ഇപ്പോൾ ഇരിക്കുവാണ്. പ്രൈവറ്റ് കോൺവെർസേഷനിലാണ് വേർഡ്സ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. പോയിട്ട് പറയുന്നത് വെച്ചാൽ അവർക്ക് നമ്മളിപ്പം ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല, റൈറ്റേഴ്സിന് പറ്റുന്നില്ല. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വേർഡ്സ് ഇപ്പം സ്റ്റേ ചെയ്യുന്നത്. അതൊരു സറ്റയറിക്കലായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയുവാണ് ഇദ്ദേഹം. അതായത് ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഒരു കൂട്ടം ആളുകളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് വേർഡ്സ്. അപ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സറ്റയറിക്കൽ മൊമെൻ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വേർഡ്സ് എല്ലാവരും കൂടി ഇരുന്ന്, അതായത് വാക്കുകളിരുന്ന് സെൻസെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യലൈസേഷനാണ്. എന്ന് വെച്ചാൽ ആളുകൾ എന്തെഴുതിയാലും അതിനെ എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ വേർഡ്സിന് ആ ഒരു ജെന്യൂനിറ്റി ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ പോയറ്റ്സ് എന്ത് ചെയ്യുകയാണ്, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. സ്റ്റാൻസ 4 എന്താണ്, ഈ ഒരു വേർഡ്സിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വേർഡ്സ് സ്കാറ്റേർഡ് ആണ്. ഇപ്പം അതായത് ഒരു എന്താ പറയുക, വേർഡ്സ് ഒരു സൂവിൽ ട്രാപ്ഡായി കിടക്കുന്നു. വേർഡ്സ് ടോർച്ചേർഡ് ആണ്. അതായത് ബോയിലിംഗ് വാട്ടറിൻ്റെ ഒരു ഇമേജിനെ കുറിച്ച് പറയുന്നു. വേർഡ്സ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്, ട്രീസിൻ്റെ കീഴിൽ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സർറിയൽ ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഇമേജസിനെ കുറിച്ച് നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ട്രാപ്ഡ് ആണ്, വേർഡ്സ് ടോർച്ചേർഡ് ആണ്, വേർഡ്സ് വെയിറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്, മീനിങ്ങിന് വേണ്ടി ആ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു വരികൾക്ക് വേണ്ടി വേർഡ്സ് കാത്തിരിക്കുവാണ്. പക്ഷെ അത് വരുന്നില്ല. ഒരു യൂണിറ്റി ഇല്ല, ഒരു സ്റ്റേബിൾ മീനിങ്ങും ഇല്ല. വേർഡ്സ് ഡിസ്കണക്റ്റഡ് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുകയാണെന്നാണ് പറയുന്നത്. സ്റ്റാൻസ 5 എന്താണ്, വാക്കുകൾക്ക് ഒരു മീനിങ് ഇല്ല. ജസ്റ്റ് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് വേർഡ്സ് ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. മൂണിനെ ക്യാച്ച് ചെയ്യാനിരിക്കുന്നു, റെയിനിൽ ലോസ്റ്റ് ആയിട്ടിരിക്കുന്നു, മഴയിൽ ലോസ്റ്റ് ആയിട്ടിരിക്കുവാണ് വേർഡ്സ്. എന്ന് വെച്ചാൽ അവർക്കൊരു നാഥനില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇമേജസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അപ്പം വേർഡ്സ് മൂണിനെ ക്യാച്ച് ചെയ്യാനിരിക്കുന്നതെന്ന് വെച്ചാൽ മീനിങ് എന്താ, വേർഡ്സ് എല്ലാം യൂസ്ലെസ് ആവുന്നു, അല്ലേ? അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാതാവുന്നു, അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാതാവുകയാണ്. അപ്പോൾ എയിംലെസ് ആയിട്ട് മാറുകയാണ് വാക്കുകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നെഫക്റ്റീവായിട്ട് മാറുകയാണ് വാക്കുകളെന്ന് പറയുന്നത്. സ്റ്റാൻസ 6 എന്താണ് പറയുന്നത്, അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ടോണിലാണ് സ്റ്റാൻസ 6 പറയുന്നത്. അതായത് വേർഡ്സ് റൈസ്, ചോറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിനെതിരെ ഇദ്ദേഹം സംസാരിക്കുവാണ്. അപ്പോൾ ഒരുപാട് പേര് ഹങ്കറിനെ കുറിച്ചും സഫറിങ്ങിനെ കുറിച്ചും ഒന്നും എഴുതുന്നില്ല. അപ്പോൾ വേർഡ്സ് ഏതുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. വേർഡ്സ് ഈ വക റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഒന്നും അഡ്രസ്സ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഹിപ്പോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലാംഗ്വേജ്, പൊളിറ്റിക്സിനെ കുറിച്ച് എഴുതുമ്പോൾ പോലും അതിനകത്ത് പോലും എന്തില്ലെന്നാണ് പറഞ്ഞേക്കുന്ന, ഒരു റിയാലിറ്റി ഇല്ല. മീഡിയ ആണെങ്കിൽ പോലും പിന്നെന്താണ്, സെൻസേഷണൽ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞേക്കുന്ന, ഒരു കണക്ഷൻ ഇല്ലാതാണ് പറഞ്ഞേക്കുന്നത്. റിയൽ ഇഷ്യൂസിനെല്ലാം ഇഗ്നോർ ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വേർഡ്സ് റൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം വേർഡ്സ് വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ?
പക്ഷേ ഇപ്പോൾ വേർഡ്സ് എന്താണ്, സൈലൻ്റ് ആയിട്ടിരിക്കുവാണ്. അവർ സംസാരിക്കേണ്ട സ്ഥലത്ത് പോലും അവർ സൈലൻ്റ് ആയിട്ടിരിക്കുവാണ്. ഓക്കെ, ആൻഡ് ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണ്, വേർഡ്സ് എല്ലാം എക്സ്പെൻസീവ് ആണ്, സോ ഐ ആം റിജക്റ്റിംഗ് എന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. ആ ഒരു പവർഫുൾ റിജക്ഷനിലാണ് പോം എൻഡ് ചെയ്യുന്നത്. വേർഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ കാര്യത്തിലല്ല, ഒരു എത്തിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ മോറലി നോക്കുവാണെങ്കിൽ വേർഡ്സ് കറപ്റ്റഡ് ആണ്, ആർട്ടിഫിഷ്യലാണ്, ഇന്നെഫക്റ്റീവാണ്. സോ സൈലൻസ് ആണ് നമ്മുടെ പോയിറ്റ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് വരുന്ന തീംസ് എന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ ക്രൈസിസ് ആണ്. എന്ന് വെച്ചാൽ ലാംഗ്വേജിന് ട്രൂത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. പക്ഷേ ഇപ്പോൾ ആളുകൾ ലാംഗ്വേജിനെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലിറ്ററേച്ചറിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാണ്. അതായത് ആളുകൾ പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ എഴുതുന്നത്. പിന്നെ പോയറ്റിൻ്റെ ഏലിനേഷനാണ് മൂന്നാമത്തെ. അതായത് റൈറ്റേഴ്സ് ഫേസ് ചെയ്യുന്നൊരു ലോൺലിനെസ് എന്ന് വെച്ചാൽ പോയറ്റും വേർഡ്സുമായിട്ട് അല്ലെങ്കിൽ ഇമാജിനേഷനുമായിട്ടും ക്രിയേറ്റിവിറ്റിയുമായിട്ടും ഇപ്പോൾ ഒരു ബന്ധവുമില്ല. ആളുകൾ ചുമ്മാ ഓരോന്ന് എഴുതി വെക്കുകയാണെന്ന് പറയുന്നു. പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പബ്ലിക് ഒപ്പീനിയനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഹൈഡ് ചെയ്യുന്നു. അഞ്ചാമത്തേന്ന് വെച്ചാൽ തീമെന്ന് വെച്ചാൽ എന്താണ്, വേർഡ്സ് ഈ ഹങ്കറിനെ കുറിച്ചും പോവർട്ടിയെക്കുറിച്ചും ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ചും ഒക്കെ പറയാനാണ് നമുക്ക് വാക്കുകളും ഭാഷയും ഒക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും ആളുകൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വേർഡ്സ് സ്കാറ്റേർഡായിട്ട് നിൽക്കുകയാണ്, അൺസ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. സോ ഇതൊരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പോവമാണ്. ലാംഗ്വേജിൻ്റെ ഫെയിലിയറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മോഡേൺ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ ലാംഗ്വേജിന് ഇപ്പോൾ പറ്റുന്നില്ല, അല്ലെങ്കിൽ റൈറ്റേഴ്സിന് ഇപ്പോൾ പറ്റുന്നില്ല. ട്രൂത്തിനെ കുറിച്ച് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ ലാംഗ്വേജിനെ ഒരു ലിവിങ് ഓർഗാനിസമായിട്ട് കണ്ട് വേർഡ്സിനെയൊക്കെ ഒരു ലിവിങ് ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോയേക്കുന്നത്.